ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ് റൈസ് ആണ് കേട്ടോ, അതായത് മുട്ടച്ചോറ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളകും 1/2 ടീസ്പൂൺ അളവിൽ ജീരകം, നല്ല ജീരകമില്ലേ, കൂടാതെ ഒരു കഷ്ണം കറുവപ്പട്ടയും ഒരു കറയാമ്പും കുറച്ച് കറിവേപ്പിലയും. ഇത്രയാണ് കേട്ടോ മസാല തയ്യാറാക്കാൻ. പിന്നെ വേണ്ട ചേരുവകളാണ് ഇതായി കാണുന്നത്. 6 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കാബേജ്, ക്യാപ്സിക്കം, ഇതെല്ലാം ഓരോ ചെറിയ പീസ് മതി അരിഞ്ഞു വെച്ചത്, ഒരു ചെറിയ സവാള, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്. ഇത്രയുമാണ് നമുക്ക് വേണ്ട ചേരുവകൾ. ഇനി അതുകൂടാണ്ട് നമുക്ക് അരി വേണമല്ലോ, മുട്ടച്ചോറല്ലേ. അപ്പം ഞാൻ ബിരിയാണി ലോങ് ഗ്രെയിൻസ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 2 കപ്പ് അളവിൽ അരി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതെല്ലാം, അതേ അളവ്. അപ്പോൾ ഈ അരിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ കാണുന്ന ചേരുവകൾ ഇത് നമ്മൾ പൗഡറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഫ്ലെയിം വയ്ക്കുക, ഓവർ ഫ്ലെയിം വയ്ക്കണ്ട. എന്നിട്ട് ഈ മസാല കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒന്നെങ്കിൽ മിക്സിയുടെ ചട്ടണി ജാറിലിട്ട് പൊടിക്കുക, അല്ലെങ്കിൽ കല്ലിൽ വെച്ച് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുക. ഹൈ ഫ്ലെയിം ഒട്ടും വയ്ക്കാതിരിക്കുക, കരിഞ്ഞു പോകാതെ നോക്കാം. നമുക്ക് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ പെട്ടെന്ന് നന്നായിട്ട് പൊടിഞ്ഞും കിട്ടണം. അപ്പോൾ അതായത് കണ്ടോ, ഈ കറിവേപ്പില നന്നായിട്ട് ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും. തീ ഓഫ് ചെയ്യാം. ഇനി അത് ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് കുറച്ചധികം വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടി. നമ്മുടെ അരി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അളവിനൊന്നുമല്ല വെള്ളം ചേർത്തിട്ടുള്ളത്, നമ്മളിത് വെന്ത് ഊറ്റി മാറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റാക്കിയൊന്നും ഇടണം എന്നില്ല, കാര്യം ഓവർ വെള്ളമാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ ചെറിയ ഉപ്പിട്ട് കൊടുക്കാം. അരിയൊക്കെ ഇട്ട് അത് തിളക്കട്ടെ അവിടെ ഇരുന്ന്. ഇപ്പോൾ അതാ വെന്തിട്ടുണ്ട് കേട്ടോ. അരിയുടെ പാകത്തിന് നോക്കിയിട്ട് നമുക്ക് ഊറ്റി വയ്ക്കാം. അപ്പോൾ ഞാനതവിടെ ഊറ്റാൻ വച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് നല്ല ചൂട് കെട്ടിയുള്ളൊരു പാത്രം തന്നെ വയ്ക്കാം കേട്ടോ. നമ്മുടെ മുട്ടക്കൂട്ട് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, 1 ടേബിൾ സ്പൂൺ തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചേർക്കാം കേട്ടോ. ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. എന്നിട്ട് ഈ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഫ്രൈ ഒന്നും ചെയ്യരുത്. പക്ഷേ ഈ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, ഇവിടം തൊട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ഇതൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും മതി. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ. ഇനി മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. 6 മുട്ട എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരി ആയതുകൊണ്ട് 1 കപ്പിന് ഏകദേശം 3-4 മുട്ട എടുക്കാം. ഞാനിപ്പോൾ 3 വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. 4 എടുത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ മൊത്തത്തിൽ 6 മുട്ട എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരി ആയതുകൊണ്ട് നിങ്ങൾക്ക് 8 മുട്ട വരെയൊക്കെ എടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ ചിക്കി പൊരിച്ചെടുക്കില്ലേ എന്ന പോലെ എടുക്കുക. അത് ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, തയ്യാറായിരിപ്പുണ്ട്. അത് തയ്യാറാക്കി അവിടെ വയ്ക്കണം നമ്മളിത് തയ്യാറാക്കുമ്പോഴേക്കും. ഈ സമയത്ത് നമ്മൾ മറ്റേ ക്യാബേജ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ക്യാബേജ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അതെല്ലാം ഇങ്ങനെ വാണ്ട് ഇങ്ങനെ വെള്ളം പോലെയായി വരും. അങ്ങനെ ആക്കരുത്, ക്രിസ്പി ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യുന്നത് കേട്ടോ. ചൈനീസ് സ്റ്റൈലിലാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയൊക്കെ ഇരിക്കണം. ഈ സമയത്ത് നമുക്ക് ഓയിൽ പോരാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. ഡാളുടെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യല്ലേ കേട്ടോ, ഹെൽത്തിനൊട്ടും നല്ലതല്ല. അപ്പം അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ കുറച്ച് മേലെ നിന്നാലും കുഴപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റൈസ് ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് എണ്ണ കൂടുതൽ തന്നെ ഇവിടെ വേണം കേട്ടോ. അപ്പം നമ്മളുടെ മുട്ടക്കൂട്ട് റെഡിയായി. ഇനി ആ ചോറ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം കണ്ടോ. അപ്പം ചോറ് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, കുഴഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് കിട്ടും. നൈസായിട്ടുള്ളൊരു ഉപ്പ് ചോറിനുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സായി കഴിയുമ്പോൾ നമുക്ക് പാകത്തിനാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം. ക്യാരറ്റ് ഈ സമയം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ കളർ പോവാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ചോറിന് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുക്കുമ്പോൾ അവരൊക്കെ ഇതൊക്കെ കഴിച്ചോളും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസാണ്. മുട്ടയുണ്ട്, പച്ചക്കറികളുണ്ട്, എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട്. ഒരുപാട് ഓവർ കുക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക്, പിള്ളേരുടെ ബോക്സിലേക്ക്, ഓഫീസ് ബോക്സിലേക്കൊക്കെ ഇത് പാക്ക് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. രാവിലെയൊക്കെ ചെയ്തെടുക്കാൻ നമ്മുടെ മസാല പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഫ്ലേവർ വരുത്തേണ്ട കാര്യം ഇതാണ് കേട്ടോ. നല്ല കറിവേപ്പിലയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെയൊക്കെ നല്ല ഫ്രഷ് സ്മെല്ലാണ് വരുന്നത് ഇതിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. എരിവൊക്കെ നിങ്ങൾ ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ചതച്ച മുളകില്ലേ, അതൊക്കെ കുറച്ച് തൂവി കൊടുക്കാം. കുറച്ച് എക്സ്ട്രാ എരിവ് വേണം എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ആവശ്യത്തിനുള്ളൊരു കറക്റ്റ് എരിവാണ്, ഓവറൊന്നുമല്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് ശരിക്കും നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സോയാ സോസും മറ്റേ കെച്ചപ്പ് അങ്ങനെയുള്ള കുറേ സോസുകളെല്ലാം ആഡ് ആവും. അപ്പോൾ അതൊന്നുമില്ല. പിന്നെ അത് എൻ്റെ ഒരു ഇതിലേക്ക് ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ മല്ലിയില ചേർക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ടച്ചോറെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. പിന്നെ പാക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് തലേദിവസം വേണമെങ്കിൽ ചോറൊക്കെ ഇങ്ങനെ തയ്യാറാക്കി ചോറ് മാത്രം വേവിച്ച് ഊറ്റിയിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തയ്യാറാക്കി എടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം ഞാൻ സെർവ് ചെയ്യാൻ പോവാണേ. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടോ നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് തയ്യാറാക്കി കിട്ടിയിട്ടുള്ളത്. മറ്റേ സോസ് കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസിൻ്റെ ഫ്ലേവറിലേക്കൊക്കെ പോകും കേട്ടോ. അത് ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാലഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും കുക്കുംബറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തൈര് കഴിക്കാതിരിക്കുക കേട്ടോ, മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. ഞാൻ കുറച്ച് സോസൊക്കെ മാഗി കെച്ചപ്പ് എടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സവാള നമുക്ക് ലെമണിലോ വിനെഗറിലോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.